മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം ഈശോ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകട്ടെ, നിറയട്ടെ. ഇന്ന് തിരുസഭ കുഞ്ഞുപൈതങ്ങളുടെ തിരുനാള് കൊണ്ടാടുകയാണ്. ഈശോയുടെ ജനനത്തിന് ശേഷം ഹെറോദേസ് ഭയപ്പെടുകയാണ്. തന്റെ ജീവിതത്തിന്റെ നാശമായിട്ട് ദൈവത്തിന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടുത്താനായിട്ട് ഹെറോദേസ് പട്ടാളക്കാരെ അയക്കുകയാണ്. പഴുതടച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഹെറോദേസ് നടപ്പാക്കാൻ ശ്രമിച്ചത്. രണ്ടും അതിൽ താഴെയും വയസ്സുള്ള കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവൻ ഉത്തരവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, പഴുതടച്ച പദ്ധതികള് ഹെറോദേസ് വിഭാവനം ചെയ്തപ്പോൾ ദൈവം ആ പദ്ധതിയെ പൊളിച്ചു കളയുന്നതാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ പദ്ധതികള് പഴുതടച്ചതാണെന്ന് കരുതപ്പെടുമ്പോഴും അതിലൊക്കെ പഴുതുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്റെ നീക്കങ്ങളെ തകിടം മറയ്ക്കുന്ന ദൈവത്തിന്റെ കരം ഉണ്ണിമിശിഹായുടെ രക്ഷപ്പെടലിന്റെ പിന്നിലുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് കരങ്ങൾ നമ്മുടെ മേൽ ഉയർത്തപ്പെടും. എന്നാൽ ദൈവത്തിന്റെ കരം ആ കരങ്ങളുടെയും മുകളിലുള്ളതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി ഉയർത്തപ്പെടുന്ന കരങ്ങളൊക്കെയും താഴ്ത്തപ്പെടും. കാരണം കർത്താവിന്റെ കരത്തിന് ആ കരങ്ങളുടെ ഒക്കെ മേല് ശക്തിയുണ്ട്. നിന്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെ ഒക്കെ ജീവിതം, അവരുടെയൊക്കെ കരങ്ങള് കർത്താവ് തകർത്ത് കളയും. നീ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ. അതുപോലെ തന്നെ തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ഇന്ന് കുഞ്ഞുങ്ങള് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൂടെ നമ്മുടെ മക്കള് വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മക്കളെ പല വിധത്തില് വഴിതെറ്റിക്കാനായിട്ട് സാത്താൻ ഈ സമൂഹത്തിലുണ്ട്. അത് പല വിധത്തില് പ്രേമബന്ധങ്ങളിലൂടെ ആയിരിക്കാം, മയക്കുമരുന്നിലൂടെ ആയിരിക്കാം, മദ്യപാനത്തിലൂടെ ആയിരിക്കാം, തെറ്റായ ചിന്തകൾ നൽകിക്കൊണ്ടായിരിക്കാം, തെറ്റായ വഴികളിലൂടെ നയിച്ചുകൊണ്ടായിരിക്കാം. ഇങ്ങനെ പല വിധത്തില് പിശാച് ക്രൈസ്തവ മക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ മക്കളെ നീ കർത്താവിനെ കൊടുത്താണ് വളർത്തുന്നതെങ്കിൽ, കർത്താവിനോട് ചേർത്ത് നിർത്തിയാണ് നിന്റെ മക്കളെ നീ വളർത്തുന്നത് എങ്കിൽ, ബലിയർപ്പണത്തിൽ പങ്കെടുപ്പിച്ചും കുടുംബ പ്രാർത്ഥനയിൽ പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചും വചനം വായിപ്പിച്ചും നീ നിന്റെ മക്കളെ വളർത്തിയാല് ഈ ലോകത്തിന്റെ കരം നിന്റെ മക്കളെ എത്രമാത്രം തകർക്കാനായിട്ട് ഉയർത്തപ്പെട്ടാലും ആ കരത്തിന്റെ മേലെ കർത്താവിന്റെ കരം പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ലോക കരങ്ങൾക്ക് മേലെ, തിന്മയുടെ ശക്തിയുടെ മേലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമെന്നാണ് ഇന്നേ ദിവസം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിന്റെ മക്കളെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നിന്റെ മക്കളെ വഴിതെറ്റിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നിന്റെ മക്കളെ ഈശോയെ കൊടുത്ത് വളർത്തിയാല്, കുഞ്ഞിപ്പൈതങ്ങൾ ഈശോയ്ക്ക് വേണ്ടി മരണപ്പെട്ടവരാണ്. ഇതുപോലെ നിന്റെ മക്കളെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നീ പഠിപ്പിക്കണം. നിന്റെ മക്കളെ ഈശോയെ കൊടുത്ത് വളർത്തണം. ലോകത്തെ കൊടുത്ത്, ലോകത്തിന്റെ അറിവുകളെ കൊടുത്ത്, ലോകത്തിന്റെ വഴികളിലൂടെ നിന്റെ മക്കളെ വളർത്തിയാലുണ്ടല്ലോ, ലോകത്തിന്റെ കരം നിന്റെ മക്കളുടെ മേൽ പതിക്കുക തന്നെ ചെയ്യും. ആ ലോകത്തിന്റെ കരം നിന്റെ മക്കളെ തകർത്ത് കളയുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തെ കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോ മിശിഹായെ ചേർത്ത് പിടിച്ചുകൊണ്ട് യോസേപ്പ് പിതാവും മാതാവും ഓടി രക്ഷപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് ദൈവമാണ്. യോസേപ്പ് പിതാവിലൂടെ ദൈവകരം ഉണ്ണിമിശിഹായെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നെഞ്ചിനോട് ഉണ്ണിമിശിഹ ചേർന്ന് കിടന്നപ്പോൾ ഉണ്ണിമിശിഹായുടെ സംരക്ഷണം പൂർണ്ണമാവുകയാണ്. ഇതുപോലെ
ദൈവത്തോട് നമ്മൾ ചേർന്ന് നിന്നാൽ, ദൈവത്തിന്റെ നെഞ്ചിനോട് നമ്മൾ ചേർന്ന് കിടന്നാൽ നമ്മുടെ സംരക്ഷണവും പൂർണ്ണമാവുകയും എന്ന് മനസ്സിലാക്കുക. ആരുടെ നെഞ്ചിനോടാ നമ്മൾ ചേർന്ന് കിടക്കുന്നത് കൂടെ ഈ ദിവസം പരിശോധിക്കണം. ഈശോയുടെ നെഞ്ചിനോടാണോ, ലോകത്തിന്റെ നെഞ്ചിനോടാണോ? കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികൾ നിർവീര്യമായി തീരട്ടെ എന്ന് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉയർത്തപ്പെടുന്ന ലോകത്തിന്റെ കരം, പിശാചിന്റെ കരം, തിന്മയുടെ കരം ഇപ്പോൾ തകരട്ടെ എന്ന്, നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഈശോയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളിലേക്ക് ദിവികാരുടെ അഭിഷേകം നിറയട്ടെ. ജ്ഞാനവും ബുദ്ധിയും വിവേകവും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.